വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. ഇപ്പോൾ ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് നട തുറക്കുകയാണ്. അങ്ങയുടെ നിയോഗം ഇന്ന് ശബരിമലയിൽ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയുണ്ടായിരുന്നു? അങ്ങയുടെ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ശബരിമലയിൽ? തീർച്ചയായിട്ടും സ്വാമി ശരണം. ഞാൻ PN മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. അദ്ദേഹം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു വർഷക്കാലത്തെ ഈ ശബരീശ സബര്യ ഇന്ന് ഇപ്പോൾ രാത്രി ഹരിവരാസനം പാടി നടയടച്ച് പുതിയ മേൽശാന്തിക്ക് താക്കോൽ നൽകുന്നതോടെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ അനുഭവങ്ങൾ ഈ പറഞ്ഞതുപോലെ ജന്മത്തിൽ കിട്ടിയ ജന്മസുഹൃതം ഗുരുകാരണവന്മാർ അവർ കനിഞ്ഞനുഗ്രഹിച്ച്, അതുപോലെ പരദേവത ഇഷ്ടദേവത വിശേഷിച്ച് ഞാൻ ഈ ചാർജ് എടുക്കാനായിട്ട് ഇവിടെ നറുക്ക് കിട്ടി ഇവിടെ വരുമ്പോൾ ആ സമയത്ത് തൃശ്ശൂർ പാറമേക്കാവിലെ മേൽശാന്തിയാണ്. ആ പാറമേക്കാവിലമ്മയുടെയും പൂർണ്ണ അനുഗ്രഹം, അങ്ങനെ ഗുരുകാരണവന്മാരുടെ പരദേവത ഇഷ്ടദേവത കൂടാതെ അനേകം സജ്ജനങ്ങളുടെ പ്രാർത്ഥന, അതുകൊണ്ട് ഈ ഉള്ളവന് ഈ പറഞ്ഞ പോലെ ഒരു വർഷക്കാലം ശബരീശനെ പാദപൂജ ചെയ്യാനുള്ള ഭാഗ്യം മേൽശാന്തിയായിട്ട് കിട്ടി. അങ്ങനെ തന്നെ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഏതൊരാളുടെയും വലിയൊരു ആഗ്രഹമാണല്ലോ മേൽശാന്തി ആവുക എന്നുള്ളത്. ആ ഒരു അവസരം അങ്ങേക്ക് ലഭിച്ചു. അതിനുശേഷം ഇന്നിപ്പോൾ പടിയിറങ്ങുമ്പോൾ ഭക്തരുടെയൊക്കെ ഒരു അങ്ങയോടുള്ള ഒരു സമീപനമൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ? തീർച്ചയായിട്ടും ഭഗവാൻ അറിഞ്ഞു തന്നെ തിരഞ്ഞെടുത്തേക്കുന്നത് പോലെ ഈ സങ്കേതത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, വന്യമൃഗങ്ങൾ, സാധാരണ മൃഗങ്ങൾ, പിന്നെ പക്ഷി മൃഗാദികളെല്ലാം ഈ അനേകം തരത്തിലുള്ള വൃക്ഷങ്ങൾ, ചന്ദനം തുടങ്ങി അതുപോലെ സുഗന്ധം ഈ മരങ്ങളായിട്ട് അങ്ങനെ അനവധി എല്ലാം കൊണ്ടും അന്തരീക്ഷത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന പോലെയെന്നല്ല, പ്രത്യക്ഷത്തിൽ അനുഭവത്തിൽ വരുവാണ്. ഒരാൾ ഇനി പറഞ്ഞു തന്നിട്ടും വേണ്ട, അങ്ങനെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നമ്മളിൽ തന്നെ. അപ്പോൾ മറ്റ് ചിന്തകളോ ഒന്നുമില്ലാണ്ട് ശരിക്ക് ഒരു ഏകാന്തയിൽ മെഡിറ്റേഷനൊക്കെ നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏത് സമയവും നിലനിൽക്കേണ്ട. അതുകൂടാണ്ട് വിശേഷിച്ച് നടയടച്ച് ഈ പറഞ്ഞ പോലെ സാധാരണ ഇപ്പോൾ അതിൻ്റെ സുരക്ഷയുടെ ആളുകൾ, അത്യാവശ്യം ജീവനക്കാർ, അങ്ങനെ മാത്രം. അപ്പോൾ വേറെ യാതൊരു ബഹളങ്ങളും ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം അനുഭവവും ഈ പറഞ്ഞ പോലെ അനുഭവിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാൻ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേണ്ടത് എന്താ, അല്ലെങ്കിൽ അവന് സ്വയം ഒരു ബോധമുണ്ടാവുകയാണ് ഇതുപോലത്തെ ഒരവസ്ഥയിൽ ഇരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, ഭക്തജനങ്ങളെ മുഴുവൻ ഭഗവാൻ, അതാണ് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂജ ചെയ്യണ ആൾ അല്ലെങ്കിൽ ഭഗവാനോട് അത്ര അടുത്തുള്ള ആൾ അങ്ങനെ പറയാനല്ല, ഭക്തജനങ്ങൾ മുഴുവൻ ഈ അതിൽ കുടികൊള്ളുന്ന ചൈതന്യവും ആ ഭഗവാന്റെ ചൈതന്യവും ഒന്ന് തന്നെ. ഇപ്പോൾ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഇടത്തെ കൈ വലത്തെ കൈ അല്ലെങ്കിൽ കാല് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ശരീരത്തിന് ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരാൾ അത് വേറെ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, ഇതിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ഒരു ശക്തി വിശേഷത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ, പല പല നദികൾ എല്ലാം ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ചേരണു എന്ന് പറഞ്ഞ പോലെ ആ ഭഗവത് ചൈതന്യത്തിൻ്റെ തന്നെ. ഇപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഇങ്ങനെ ജന്മം തന്ന് അതിന് അപ്പോൾ അതിൽ വേണ്ടത് എന്ത് എന്ന ഭഗവാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മൾ ഈ സാധാരണ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നടയടച്ച് കഴിഞ്ഞ് അങ്ങനത്തെ അനുഭവങ്ങൾ. അപ്പോൾ അത് എന്തോ ഈ പറഞ്ഞ പോലെ ഒരു ആനന്ദാവസ്ഥ നമുക്ക് മറ്റ് ഈ ജീവിത സാഹചര്യങ്ങളിൽ കിട്ടാത്തതായിട്ടുള്ള ഒന്ന് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരികയാണ്. അത് വളരെയധികം ഒരു ജന്മപുണ്യം എന്നല്ലാതെ അത് തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല വന്ന് തൊഴുകുന്ന. അപ്പോൾ ഭക്തജനങ്ങളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ പറഞ്ഞില്ലേ അംഗവൈകല്യം, അത് അസുഖങ്ങൾ പല തരത്തിലുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് അതൊന്നും ബാധകമല്ല. വെച്ചാൽ പമ്പയിൽ നിന്ന് കൂടി നടന്നു കയറാനോ അതൊന്നും. ഇപ്പോൾ കാലിന് തളർച്ച അല്ലെങ്കിൽ അസ്വാധീനമുള്ള ആൾ അല്ലെങ്കിൽ കൈകളില്ലാത്ത ഇപ്പോൾ ഇന്നാൾ തന്നെ ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ ഫോണിലൊക്കെ വൈറലായതാണ്, വാട്സപ്പിൽ ഇതൊക്കെ വന്നതാണ്. 2 കൈയില്ലാത്ത അദ്ദേഹം ഇത് ഈ ഇരുമണിക്കെട്ട് ഇങ്ങനെ ഈ തോർത്ത് പോലെയുള്ള ഈ ഒന്നുകൊണ്ട് കെട്ടിയേക്കുവാണ്. അത് കഴിഞ്ഞ് ഈ 2 കൈയുമില്ല. അപ്പോൾ ബാക്കി എന്നിട്ട് ഇങ്ങനെ തോളിലൊരു സഞ്ചിയും അദ്ദേഹം ഇട്ടേക്കണം. അപ്പോൾ യാതൊന്നും ചെയ്യാൻ വാസ്തവത്തിൽ വെച്ചാൽ ഈ പല്ല് പോയാലേ മോണയുടെ ബലം അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അത് ഉള്ളതുകൊണ്ട് അതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ഇവിടെ വന്ന് ഒരു സെക്കൻഡെങ്കിലും അകത്തേക്ക് നോക്കണ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ വാസ്തവത്തിൽ എന്നിട്ട് അതിൽ ആ താഴെ കൊടുത്തിരിക്കുന്ന ആ ക്യാപ്ഷൻ അതിലും ഇതായി എന്നുവെച്ചാൽ അദ്ദേഹം എന്തായിരിക്കും ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഈ അതിൽ പോകുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഭഗവാൻ ഒരു വർഷക്കാലം അകത്ത് കയറി തൻ്റെ അടുത്തിരുന്ന് പാദസേവ ചെയ്യാൻ തന്ന അനുഗ്രഹം തീർച്ചയായിട്ടും വലിയ ഒന്ന് തന്നെ, ജന്മപുണ്യം തന്നെയായിട്ട് കരുതുന്നു.
അങ്ങയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ ശബരിമല അയ്യപ്പ ദർശനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ദർശന സമയം 18 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്നു, വീണ്ടും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുറക്കുന്നു, രാത്രി 11 മണിക്കാണ്. അങ്ങനെ 18 മണിക്കൂർ ദർശന സമയമാണ്. ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം നടത്തുന്നതിന് എന്തെങ്കിലും സജഷൻസ് അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ തീർച്ചയായിട്ടും ഓരോ വർഷങ്ങളിലും ഈ പറഞ്ഞതുപോലെ അവർ അത് വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ സമയം കൂട്ടി 18 മണിക്കൂറിനാക്കി. അപ്പോൾ അത് തീർച്ചയായിട്ടും തന്നെ ഭക്തന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ സുഗമമായിട്ട് ഒരു നിമിഷമാണെങ്കിലും അത് തൊഴുവാൻ വേണ്ടിയിട്ട് വളരെയധികം അവർ ഈ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ബോർഡംഗങ്ങളും മറ്റ് ഇതിനോട് അനുബന്ധിച്ചുള്ള എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഓരോ വർഷങ്ങളും കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ ഒരു ശ്ലാഘനീയമാണ് താനും. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. വരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാണ്ട് ഇത്തവണയും വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു വളരെയധികം കാര്യങ്ങൾ പലതരത്തിൽ വെച്ചാൽ ഓരോ വർഷത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി ഇനി അത് ആ പോരായ്മകൾ തീർത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഭക്തന് സുഗമമായിട്ടുള്ള ദർശനം എന്നുള്ളത് അത് എന്നെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ബോർഡും മറ്റേ ഇതിനോട് അനുബന്ധിച്ചുള്ളത്. വളരെ ഒരു ശ്ലാഘനീയമാണ്, തീർച്ചയായിട്ടും വേണ്ടതുമാണ്. ഏറ്റവും ആദ്യത്തെ പടി അത് തന്നെയാണ്. ഭക്തന് സുഗമമായിട്ട് തൊഴുത് യാതൊരു അല്ലലും ഇല്ലാതെ അതിനുവേണ്ടി അത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി അങ്ങ് തിരക്കിനിടയിലും ഇത്രയും സമയം റിപ്പോർട്ടർ ടി.വിക്ക് അനുവദിച്ചതിന്. ഒരു നിമിഷം അയ്യപ്പ ദർശനം അത് ഭക്തർക്ക് സാധ്യമാകണം. അതിന് സുഗമമായ ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റുകളായ ഹണി തങ്കപ്പനും മനു ബാലകൃഷ്ണനുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ സന്നിധാനം.